ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു ദേശി സ്റ്റൈൽ തന്തൂരി കോണിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. വളരെ ഈസിയാണ് കാണാൻ. നമ്മളെപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് കോണാണ്. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അതിനു മുമ്പായിട്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതിനാണ് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്കെന്ന വീഡിയോയിലേക്ക് പോയാലോ? ഞാൻ ഇന്ന് വെജിറ്റബിൾ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയ 2 സ്വീറ്റ് കോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ കേടുവരാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോണാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമേ നമുക്കതിൻ്റെ ആ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് ഊരി കളയണം. ഞാൻ എപ്പോഴും ഈ കോൺ എൻ്റെ കൈ കിട്ടുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്ത് ഭംഗിയായിട്ടാണല്ലേ സ്വീറ്റ് കോൺ ഇരിക്കുന്നത്, എന്തൊക്കെ ഭംഗിയായിട്ടാണ് നമ്മുടെ ദൈവം ഓരോ കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്കത് എപ്പോഴും ഒരു അതിശയം തന്നെയാണ്. ദാ നോക്കി, എന്താ ഒരു ഭംഗി നോക്കി, ഓരോന്നും ഇങ്ങനെ വരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിൽ ഒരല്പം ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം കോണിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് മതിയാകും അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തന്തൂരി മിക്സ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കേർഡ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കസൂരി മേത്തിയും കുറച്ച് ഗരം മസാലയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു അല്പം ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും ഒരല്പം ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കോണിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കോണ് നമ്മൾ എപ്പോഴും പല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. സ്വീറ്റ് കോൺ വെറുതെ കഴിച്ചിട്ടുണ്ട്, അതുപോലെ ബട്ടർ ഇട്ട് കഴിച്ചിട്ടുണ്ട്, അതുപോലെ വെറുതെ ഉപ്പിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഒരു മെത്തേഡിൽ കഴിക്കാൻ. തന്തൂരി സ്റ്റൈലാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഒരു 5 to 7 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതിയാകും. ഞാനിതെല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ വേണ്ടിയുള്ള ഈസിക്കാണ് ഇതേപോലത്തെ മെത്തേഡിൽ കാണിച്ചു തരുന്നത്. എങ്കിൽ പോലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒട്ടും ഇങ്ങനെ ഒരുപാട് കരിയിച്ചൊന്നും കളയാതെ കുറച്ച് സമയമെടുത്ത് ഒരു ടോങ്കൊക്കെ പിടിക്കണോട്ടോ, അല്ലെ കൈ നമ്മുടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുക. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ്. അതിനുശേഷം ഞാനൊരു ചെറിയൊരു ബട്ടറിൻ്റെ പീസ് എടുത്തിട്ട്, സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അസാധ്യ ടേസ്റ്റാണ്. ആ ഒരു ബട്ടറും അതിൻ്റെ തന്തൂരിയുടെ ആ ഒരു സോസും ഒക്കെ നല്ല കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതേപോലെ സ്വീറ്റ് കോണൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുമായിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് പറയണേ. ഈസി റെസിപ്പിയാണ്, നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.